ബാബു, എന്റെ പുസ്തകങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എന്താ വഴി? ഓഫീസിൽ നിന്ന് വാനോ കാറോ കിട്ടുമോ നോക്കാം. ഞാൻ പോട്ടെ സാർ. ഓക്കെ. ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ. ഡോണ്ട് വറി. അതെ ദുർഗേ, ഇപ്പൊ നന്നായി വിശക്കാറുണ്ട്. ചെറിയമ്മൾ പറഞ്ഞേക്ക്, ചെറിയൊരു സദ്യ വിടുന്ന നാലും തിരക്കില്ല, ശരിക്കൊന്നും. ഡോക്ടർ ഉണ്ണിയുടെ വാക്കുകളിൽ ഭൂമിയിലെ വാടക ഷീറ്റ് എങ്ങനെയോ പുതുക്കി എഴുതിയിരിക്കുന്നു. തൽക്കാലം കുടിയൊഴിയേണ്ടതില്ല എന്നാണ് അവരുടെ കണക്കൂട്ടൽ. I feel all right. Come on. തുണരുന്ന പുലരികളെ എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുമിരവുകളെ എന്നോടൊത്തുണരുന്ന പുലരികളെ എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുമിരവുകളെ യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നു വരൂ യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നു വരൂ ഒരു കുടന്ന നിലാവ് കൊണ്ടൻ നെറുകയിൽ കുളി തീർത്ഥമാടിയ നിശകളെ നിഴലുമായി ചേർന്ന് നൃത്തം ചെയ്ത പകലുകളെ ഓരൂ ഓരൂ യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നു വരൂ തുളസി വെറ്റില തിന്നു ചുണ്ടു തുടുത്ത സന്ധ്യകളെ തുയിലുണർത്താൻ വന്നൊരോണക്കിളികളെ നന്ദി അമൃതവർഷിണിയായ വർഷാകാലമുകിലുകളെ ഹൃദയമെരിയെ അലറി മലരായി പൂത്തിറങ്ങിയ വേനലെ നന്ദി നന്ദി യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നു വരൂ ഇനി വീട്ട് റേസ് വേണ്ട. ഇപ്പൊ റേസ് ഓഫീസർ നടക്കാൻ പ്രയാസം ഉണ്ടാവില്ലല്ലോ, അടുത്തല്ലേ. എന്താണ്, എന്താ കാര്യം? റൈറ്റർ കൊണന്നിട്ട് കുറച്ച് ദിവസമായി. അന്ന് പറഞ്ഞ ആധാരം തറവാട്ട് സ്വത്ത് ട്രസ്റ്റ് ആക്കല് വായിച്ചു നോക്കാം. ഓ, അതങ്ങനെ നിൽക്കട്ടെ. അന്ന് ഞാൻ ആകെപ്പാടെ ഒരു പരിഭ്രമത്തിലായപ്പോ ഇപ്പൊ നമുക്ക് ധൃതി കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ട്രസ്റ്റ് ആക്കിയ പിന്നെ വേണ്ടി വന്നാൽ ഒരു കഷ്ണം വിൽക്കാനും പറ്റില്ല. ടൗണിൽ ഒരു സ്വന്തം സ്ഥലം വേണമെന്ന് പിന്നെ മാലിലേക്ക് തോന്നിയാലോ, നമ്മൾ അതും ആലോചിക്കണ്ടേ. ഓ, ഇഷ്ടം പോലെ. മുദ്രപത്രത്തിന് 300 രൂപ, എഴുത്തുകാരന് 120. അത് ചെറിയമ്മടയിൽ ഏൽപ്പിച്ചാൽ മതി. നിന്നെ കാണുന്നേയില്ലല്ലോ ദുർഗ. ഞാൻ രാവിലെ നേരത്തെ വരാറുണ്ട്. വാതിലടച്ചിട്ട് പ്രാണായാമോ യോഗാഭ്യാസമൊക്കെ ചെയ്യണ നേരാവും. വെറുതെ ശല്യപ്പെടുത്തണ്ടല്ലോ. വൈകുന്നേരം നടത്തമാണ് പ്രധാനം. ഇപ്പൊ 1 മണിക്കൂറോളം നടക്കും.
രവിയേട്ടന്റെ ദേഹം നന്നായിട്ടുണ്ട്. ആ പാമ്പൻകാവ് വെട്ടിയത് കഷ്ടായില്ലേ? എത്ര മരങ്ങളായിരുന്നു. പഴയ മേച്ചിൽപ്പുറങ്ങളൊക്കെ കുടിയിരിപ്പുകളാക്കി കഷ്ടം മുറിച്ചു പോയല്ലോ. ഒരു സ്വകാര്യം കേൾക്കണോ? ഉം. എന്റെ പഴയ ബാലാരിഷ്ടകൾ വീണ്ടും കുറേശ്ശെ തല പൊക്കണുണ്ടോ എന്നൊരു സംശയം. ഈ ചികിത്സയുടെ ഫലമാവും. പിന്നെ ഉഷ്ണം കൂടി വരില്ലേ? അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ചില ലേഖനങ്ങൾ പഠനങ്ങളൊക്കെ എഴുതണമെന്ന് വിചാരിച്ചിട്ടാണ് പുസ്തകങ്ങളൊക്കെ വരുത്തിയത്. എഴുതാൻ മടുപ്പ്. എഴുതണമെന്ന് തോന്നുന്നതോ പഴയ വികൃതി തന്നെ. ആരോടും പറയണ്ട. കവിത. അതിനെന്താ, എഴുതു തന്നെ. ജീവിതം തിരിച്ചു കിട്ടിയതിന് ആരോടൊക്കെയോ നന്ദി പറയാനുണ്ട്. എഴുതിയേക്കും. ചിലപ്പോൾ പ്രസിദ്ധപ്പെടുത്തുക തന്നെ ചെയ്യും. പക്ഷേ പതിവില്ലാതെ കവിതയ്ക്കൊരു സമർപ്പണം ഉണ്ടാവും. വിളയൂർ ശ്രീദേവിക്ക്. തോട്ടത്തിൽ പണിക്കാരുണ്ട്, അവർക്ക് കൂലി കൊടുക്കണം. ഞാൻ പോട്ടെ. ആൻസർ പേപ്പേഴ്സ് കുറെ നോക്കാനുണ്ട്. ഞാൻ രാവിലെ ഹോസ്റ്റലിൽ പോവും. വീട് ഒഴിയണ്ട. കുറച്ചു കാലം ഇവിടെ തന്നെ നിൽക്കണം. എന്നാലും ആ വീടിരിക്കട്ടെ. അവിടെ നാളെ പുതിയ ആളുകൾ വരുന്നു. ഓ, സാധനങ്ങളൊക്കെ തൽക്കാലം എല്ലാം കൂടി രാജേന്ദ്രന്റെ കാർ ഷെഡിൽ വെച്ചിട്ടുണ്ട്. ഈ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ പ്രത്യേക ദിനചര്യകളാ. ഇവിടെ തന്നെ നിന്നാലും ശരിയാവും. You will get the samples on Wednesday. I will send it by courier. Thank you. Let me see. ഞാൻ ബാങ്കിന്റെ ചെയർമാനോട് സംസാരിക്കട്ടെ. ഹലോ രാജേന്ദ്രൻ. രവിയേട്ടൻ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ കാർ അയച്ചു തരുമായിരുന്നു. ബസ് യാത്രയുടെ രസം ഇടയ്ക്ക് അറിയണ്ടേ? ഇപ്പൊ ആവശ്യമല്ല. എനിക്ക് അവിടെ ഒന്ന് കാണാൻ പറ്റിയില്ല. സീസൺ അല്ലേ. ബയേഴ്സ് വരാൻ തുടങ്ങിയ കൂട്ടത്തോടെ വരവ്. ഹൗ ഡു യു ഫീൽ നൗ? ഫസ്റ്റ് ക്ലാസ്. യാത്ര പറഞ്ഞ് നഗരത്തോട് വീണ്ടും വന്നൊന്ന് കുശലം പറയണമെന്ന് തോന്നി. ചില ഫ്രണ്ട്സിനെ കാണണം. ഒരുപക്ഷെ ഓഫീസിലും കയറണം. എനിക്കിതൊരു സെലിബ്രേഷൻ ആണല്ലോ. കഴിയുമെങ്കിൽ സ്പിൽബർഗിന്റെ പടം കൂടെ കണ്ടിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് മടങ്ങണം. ഗുഡ്, വെരി ഗുഡ്. സന്ധ്യയ്ക്ക് എനിക്ക് യോഗ, മെഡിറ്റേഷൻ, കഷായം ഒക്കെ ഉണ്ട്. എല്ലാം പെട്ടെന്ന് കഴിക്കണം. താൻ ഫ്രീ ആണോ? ഒരു റൗണ്ട് ഫിലിം വേണ്ടെന്ന് വെക്കാം. ഞാൻ ഫ്രീ അല്ലല്ലോ. അർജന്റ് ആഴ്ചയിലെ ഫാക്സ് മെസ്സേജസ് വരാനുണ്ട്. ഉടൻ റിപ്ലൈ കൊടുക്കേണ്ട കേസുകളാണ്. എറണാകുളത്ത് പോയി വണ്ടി വന്നോ? ഇല്ല സാർ. വണ്ടി ഇല്ലല്ലോ. ഞാനൊരു ടാക്സി വിളിച്ചുതരാം. വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. അതിലും പ്രധാനം എനിക്ക് തന്നോട് വേറെയും ചിലത് സംസാരിക്കാനുണ്ട്. ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഈ ആഴ്ച മുഴുവൻ ഞാൻ ബിസി. ഒരു അരമണിക്കൂർ. ആളുകൾ കാത്തിരിക്കുന്ന ഒരു വേട്ട. ഇൻഷുറൻസുകാരോട് വരാൻ പറ. നൈസ് ടു സീ രവേട്ട. സുഖമായോ സാർ? ഇപ്പൊ വലിയ കുഴപ്പമില്ല. നമസ്കാരം. നമസ്തേ സാർ. സാറിന്റെ മുറിയിലായിപ്പോ നമ്പ്യാർ സാർ ഇരിക്കണേ. സാർ ചായ പറയണം? വേണ്ട. എന്റെ ടേബിളിൽ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും മാറ്റിയിട്ടില്ല സാർ. നമ്പ്യാർ സാർ ഇവിടെയാണ് ഇപ്പോൾ ഇരിക്കണമെന്നേ ഉള്ളൂ. മാറ്റണമെന്ന് പറഞ്ഞപ്പോഴാ സാർ ആസ്പത്രിയിൽ നിന്ന്. സാർ എന്നാ ജോലി ചേരണേ? നിശ്ചയിച്ചിട്ടില്ല. ബാബു നൈറ്റ് ഡ്യൂട്ടി ആവൂലേ? അതെ സാർ, എന്നും ലാസ്റ്റ് ഷിഫ്റ്റാ. ബാബുനോടെ എന്റെ പേപ്പേഴ്സ് ബുക്കൊക്കെ ഒന്ന് നോക്കി മാറ്റി വയ്ക്കാൻ പറയും. ശരി സാർ.
ബസ് യാത്ര കൊണ്ട് ക്ഷീണിച്ചോ? ഏയ് സാറില്ല. രവി പോണത് മാലിനിക്ക് അറിയില്ലേ? ത്രൂ ബസ് കിട്ടിയില്ല മാലിനിക്ക്. കോളേജിൽ റിസൾട്ട് തയ്യാറാക്കണ പണിയുണ്ടെന്ന് പറഞ്ഞു. ഒരുമിച്ച് പോവായിരുന്നില്ലേ? എനിക്ക് വേറെ ചില സ്ഥലങ്ങളിലും പോകാനുണ്ടായിരുന്നു. ആഫീസുകാരെ എന്ത് നിശ്ചയിച്ചു? തൽക്കാലം ഞാൻ ചേരുന്നില്ല. ചെലവിനുള്ളത് നമുക്ക് തോട്ടത്തിൽ നിന്നും കൃഷിയിൽ നിന്നും ഒക്കെ ആയിട്ട് കിട്ടില്ലേ? കൃഷി ഇപ്പൊ നഷ്ടാ. കാലാകാലം ചെയ്തു വരുന്നത് നിർത്തേണ്ടതിന് ഞങ്ങൾ കൊണ്ട് നടക്കണമെന്നേ ഉള്ളൂ. തേങ്ങയ്ക്ക് കടലാസിൽ കാണുന്ന വിലയൊന്നും കുറ്റിക്കാർ തരില്ല. അങ്ങനെ നഷ്ടം സഹിച്ച് എന്തിനാ കൃഷി നടത്തിക്കൊണ്ട് പോണേ? വിട്ടേക്ക. ചെറുമേ, ഞാൻ സന്ധ്യയ്ക്ക് കുടിക്കുന്ന ഒരു കഷായം ഉണ്ടായിരുന്നു. ഓ, അത് മറന്നു. ഉണ്ടാക്കാം. ചെറിയമ്മയ്ക്ക് വയസ്സായി. കുഞ്ഞിന് അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ വയ്യാണ്ടായിരിക്കുന്നു. സഹായത്തിനൊന്നിനെ കിട്ടാനും ഇല്ല. പുറം പണിക്ക് പോയാൽ 35-40 കിട്ടും. പിന്നെ ആരെങ്കിലും അടുക്കള പണിക്ക് നിൽക്കുവോ? ട്രസ്റ്റാക്കല്, തറവാട് നിലനിർത്തല്, കാശ് കോലായിൽ ആദ്യം വെക്കണമെന്ന് തീരെഴുതും. നോക്കിക്കോ. പതുക്കെ കേട്ടാലെന്താ? ചെറിയമ്മോട് മക്കളോടുള്ളൊരു സ്നേഹം. വയ്യാണ്ടാകുമ്പോ പണി പേറാൻ അവര് വേണല്ലോ. കുട്ടിയമ്മ ഇല്ലേ? അമ്മ രാവിലത്തെ ബസ്സില് വിളയൂർക്ക് പോയി. മുത്തശ്ശിയുടെ താഴെയുള്ള അനുജത്തി മരിച്ചുവെന്ന് രാത്രി ആള് വന്നു. നീ എന്താ ഇപ്പൊ അങ്ങോട്ടും തീരെ വരാറില്ലല്ലോ? സഹായത്തിന് അവിടെ എല്ലാരും ഉണ്ടല്ലോ. നീ ദിവസവും 1-2 മണിക്കൂർ വാ. ഉച്ചയ്ക്ക് ശേഷം മതി. നിനക്ക് ഇഷ്ടമുള്ളൊരു ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന എഴുതിയെടുക്കാനാ. ഞാൻ പരീക്ഷിച്ചു നോക്കി. കുറച്ച് അധികം എഴുതുമ്പോ കഴുത്തിന് വേദന, കൈക്കൊരു പറയല്. ഏട്ടത്തിന് എഴുതില്ലേ? എന്നെ കാര്യല്ലേ? നാണുമാന്റെ മകള് വെറും 10ാം ക്ലാസ് അല്ലേ എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും 4 ആള് കൂടുന്നിടത്ത് കൊണ്ടുപോകാൻ പറ്റിയ ആളെല്ലാം തോന്നിയിട്ടുണ്ടാവും. അന്ന് നാട്ടുകാരെല്ലാരും പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, വിചാരിച്ചിട്ടുമില്ല. ഒരു ഘട്ടത്തിൽ അങ്ങനെ ഇത് സംഭവിച്ചു. ജയിച്ച് സമാസമാക്കാന്ന് വെച്ച് 2ാം കളത്തിന് കരുതി നിർത്താൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ. ദുർഗെ, ഞാൻ പറയട്ടെ. വിടൂ, കൈ വിടൂ. പണ്ട് അപഖ്യാതി കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. വീണ്ടും പുന്നാരം തുടങ്ങിന്ന് പറയിപ്പിക്കാൻ ഇടവരുത്തണ്ട. ഞാനുണ്ട് കൂടെ, എപ്പോഴും ഞാൻ അടുത്തുണ്ട്. വേദന സഹിക്കാതെ കരഞ്ഞപ്പോഴൊക്കെ എന്നെ സമാധാനിപ്പിച്ച നീയാണോ ഈ പറയുന്നത്? അത് എപ്പോഴാ കണ്ണടയാന്ന് വിചാരിച്ച് കിടക്കുമ്പോഴല്ലേ അപ്പൊ പറയാൻ അവകാശമുണ്ടെന്ന് തോന്നി. ജീവിച്ചിരിക്കുമ്പോ അവകാശക്കാർ വേറെ ഉണ്ടല്ലോ. രഹസ്യക്കാരിയാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് കൂട്ടിക്കോളൂ. അവളോട് നോക്കാൻ പറ. ആ രാജേന്ദ്രനാവും. അവള് കുളിമുറിയിലാന്നാ തോന്നുന്നത്. എടുത്തോളൂ. ശല്യം. ഹലോ, ആര്? ആര്? കൃഷ്ണകുട്ടിയോ? എന്താ കൃഷ്ണകുട്ടി? കാർത്തിക്കും കുട്ടികൾക്കും? ഹലോ, ഒന്ന് കേൾക്കണില്ലല്ലോ. ആ, നീ ഒന്ന് വെച്ച് നോക്ക്. ഞാനാ. എന്താ കൃഷ്ണൻകുട്ടി? എന്ത് കത്ത് കിട്ടിയില്ലേ? ആ, പത്രാമത്തിലെ കാര്യോ? അതെ, ഹരിജി ഇപ്പഴ അയക്കണ്ട. ഹരിജി അയക്കണ്ടാന്ന്. അതിലേ
രവി ഇപ്പൊന്നും മരിക്കും തോന്നുന്നില്ല. ബാക്കി കാര്യങ്ങൾ കത്തിൽ എഴുതാം. പണ്ടാരോ പറഞ്ഞത് തെറ്റ്. മനുഷ്യൻ തനിച്ചല്ല മരിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോഴാണ് അവൻ തനിയെ. കഷായത്തിന്റെ പൊടി ഒരാഴ്ചക്കും കൂടിയേ ഉണ്ടാവൂ. അവരയക്കും. രാജേന്ദ്രനെ കണ്ടതേ ഇല്ലല്ലോ, അത്രയ്ക്ക് ബിസിയാണ്. എന്തോ വയസ്സ് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടാവും. എനിക്ക് ഒരു മേജർ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇടയ്ക്ക് വല്ല കോളം എഴുതാം. 8 മണിക്കൂർ ഡെസ്കിലിരിക്കുന്ന പണി വയ്യ. ഞാൻ ചീഫിന് എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യുന്നവരെ ഇവിടെ 1 or 2 കൊല്ലം. ഹോസ്റ്റലിൽ ഒരുവിധം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഞാൻ മറ്റൊരു അറേഞ്ച്മെന്റിനെ പറ്റി പറഞ്ഞത് മനസ്സാകെ സമനില തെറ്റിയ സമയത്ത് ഞാൻ എന്തൊക്കെയോ വിഡിത്തങ്ങൾ. Forget it. Just forget it. ഹോസ്റ്റലിൽ താമസം, വീക്കെൻഡിലെ വരവും പോക്കും ബുദ്ധിമുട്ടല്ലേ? നമുക്ക് സുഖമായി കഴിയാനുള്ള വക നമുക്ക് ഈ തോട്ടത്തിൽ നിന്ന് കിട്ടും. ഡോക്ടർ ഉണ്ണി പറഞ്ഞതുപോലെ നല്ല ഒന്നാന്തരം ശ്വസിക്കുന്ന മണ്ണ് നമുക്കിതൊരു വലിയ ഫാമാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്താ? നല്ലതാണ്. പക്ഷേ ഞാൻ ജോലി വിടുന്നില്ല. എങ്കിൽ ശരി, നിർബന്ധിക്കുന്നില്ല. എനിക്ക് എന്റെ ജീവിതക്രമം ആകെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. അതിന് പറ്റിയ സ്ഥലം ഇത് തന്നെ. നിനക്കെന്താ പ്രശ്നം? എന്താ പ്രോബ്ലം? അറിയില്ലേ, പുതിയൊരു ജീവിതക്രമം എനിക്കും കൽപ്പിച്ചത് ദാ ഇവിടെ വെച്ച് തന്നെയായിരുന്നു. അത് ചിട്ടപ്പെടുത്താൻ ഞാനും ഓടി നടക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല, മരണം മുന്നിലെത്തിയെന്ന് തോന്നിയപ്പോ പലതും ആലോചിച്ചു പോയി. ആ കൺഫ്യൂഷൻ പെട്ടതായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ എന്ന് വെച്ചോളൂ. പറഞ്ഞത് അത് മാത്രമല്ല, ജീവിതത്തിന്റെ വലിയൊരു കണക്കെടുപ്പ് നടത്തി മറന്നു കിടന്നതൊക്കെ വലിച്ചു പുറത്തിടുകയും ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഐ ക്യാൻ റിപ്പീറ്റ് വാട്ട് യു സെഡ് വേർഡ് ബൈ വേർഡ്. ഞാൻ പറഞ്ഞത് You are അതല്ല. a miserable hypocrite. You shut up. Don't try my... This is the limit. I tell you don't. തർക്കവും തകരാറും കൂടി വരികയാണല്ലോ. സ്ഥലം വിൽക്കണ കാര്യാവും. അതുകൊണ്ടാ ഇംഗ്ലീഷിലാക്കണത്. കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അതല്ല, അവൾക്ക് ഇവിടെ ഒന്ന് ശുശ്രൂഷിക്കാനൊന്നും പറ്റില്ല. കോളേജിൽ പോണം. കാര്യം അതാവും. എനിക്കറിയാം. പപ്പായുടെ സ്വത്തിൽ അവകാശം ഇല്ലെന്ന് വന്നപ്പോഴേ കണക്കൂട്ടൽ തെറ്റി. നീ തന്നെ അത് പറയണം. പണപ്പെട്ടി വണങ്ങി തല ഉനിക്കാൻ വയ്യാത്തതുകൊണ്ട് ജോലികൾ വലിച്ചെറിഞ്ഞ് ഞാൻ തന്നെ അത് കേൾക്കണം. പങ്കിട്ട് കഴിഞ്ഞാൽ നിത്യച്ചെലവിന് കഷ്ടിരിക്കുന്ന പാരലൽ കോളേജ് എന്റെ മഹാസാമ്രാജ്യമായിരുന്നു. നീ കണ്ടതല്ലേ? ഐ വാസ് ഫ്രീ ദയർ ആൻഡ് ഐ വാസ് ഹാപ്പി. സ്വാതന്ത്ര്യം, ഒരുപാട് സുഹൃത്തുക്കൾ, ചെറുപ്പക്കാരുടെ മുഴുവൻ ആരാധന. ആ കൂട്ടത്തിൽ തിക്കിത്തിരക്കി മുന്നിൽ കയറി വന്ന ആളെ ഓർമ്മയുണ്ടല്ലോ? എല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ വിശ്വസിക്കാത്ത 100 കാര്യങ്ങൾ എഴുതി നിറയ്ക്കാൻ സമ്മതിച്ച് പത്രമാഫീസിലെ പണിയേറ്റത് എന്തിനാണ്? ആലോചിച്ചിട്ടുണ്ടോ? എന്നെ വിശ്വസിച്ചിറങ്ങിപ്പോന്നവൾക്ക് ഒരു വീടുണ്ടാവണം. ആർഭാടമില്ലെങ്കിലും അത്യാവശ്യങ്ങൾക്ക് മുട്ടുവരാത്ത ഒരു ചെറിയ വീട്. അതിനുവേണ്ടി തല കുനിച്ച് നട്ടല്ല തന്നെ വളഞ്ഞു. പഴയ സഹപ്രവർത്തകർ മുഴുവൻ പുച്ഛിച്ചു. ബുദ്ധിജീവിയുടെ പരിവേഷത്തെക്കാൾ പ്രധാനമാണ് കെട്ടിയ പെണ്ണിന്റെ സംരക്ഷണമെന്ന് അവരോടൊക്കെ പറയാൻ എനിക്കൊരു മടിയുണ്ടായില്ല. നീ കേട്ടതല്ലേ? ഇപ്പൊ നിനക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പോയിപ്പോയ രോഗം വേഗം തിരിച്ചു വരണേന്ന് ഉള്ളൊരുകി ഒന്ന് പ്രാർത്ഥിക്കാം. എന്നെ പറ്റി അതാണോ ധരിച്ചത്? രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസമില്ല. ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഇനിയും പ്രാർത്ഥിക്കും. ഐ വിൽ ഗോ ആൻഡ് പ്രേ. പക്ഷേ അതൊക്കെ മതി. കൂടെ കഴിയാൻ മാത്രം എന്നെ നിർബന്ധിക്കരുത്.
തിങ്ക്. വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ജീവിതമെന്ന് വലിയ നുണ, മരണമെന്ന വലിയ സത്യം. ഞാനും കുറെ ആലോചിച്ചു. താങ്ക്സ് ടു യു. പ്രേമം ഒരു അഡ്വഞ്ചർ മാത്രമായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. മലകയറ്റം പോലെ ഒരു അഡ്വഞ്ചർ. മുകളിൽ എത്തുന്നത് വരെയാണ് ത്രിൽ. കയറിക്കഴിഞ്ഞ് പേരൊരു പാറയിലോ മറ്റോ വരച്ചിട്ടാൽ അത് തീർന്നു. അത്യധ്വാനം എന്തിനായിരുന്നു എന്ന് കയറിയവരൊക്കെ വിചാരിച്ചു പോവും. മാലിനി, യു ഡോണ്ട് റിയലൈസ് വാട്ട് യു ആർ സേയിങ്. അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം പൊരുത്തപ്പെട്ടപ്പോൾ മാരേജ് ആകെ പരാജയമായിരുന്നു എന്ന് ഉറപ്പിച്ച് ഡിക്ലെയർ ചെയ്തത് ആരാണ്? ഞാനല്ലല്ലോ. തെറ്റ് തിരുത്താൻ വഴി കണ്ടത് ആരാണ്? മറ്റൊരുത്തന്റെ കയ്യിൽ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ച് കൈ കഴുകി ആശ്വസിച്ചത് ആരാണ്? അന്നത്തെ ചുറ്റുപാട് അത് മറക്കുന്നു. അന്ന് ആലോചിച്ചു ശരി, പറഞ്ഞതും ചെയ്തതും ഒക്കെ ശരി, 100 വട്ടം ശരി. പക്ഷേ ഇപ്പൊ സിറ്റുവേഷൻ മാറിയില്ലേ? അതുകൊണ്ട് വിശേഷിച്ച് അപകടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്താ? ഞാൻ രാജേന്ദ്രന്റെ കൂടെ കിടന്നു എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല. ഹൈ സൊസൈറ്റിയുടെ ഒരു ലേബൽ പണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോൾ സുഖം തേടി ആണിന്റെ കിടക്കിൽ ചാടി വീഴുന്നത്ര ഡീഗ്രഡേഷൻ ഞാൻ വളർന്ന ഹൈ സൊസൈറ്റിക്കും ഇല്ല. മനസ്സിലാക്കിക്കോളൂ. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒന്നും വേണ്ട. രണ്ടുപേർക്കും ഒരു ബെനിഫിറ്റും കിട്ടാത്തതായിരുന്നല്ലോ ഈ വിവാഹം. നമ്മൾ രണ്ടാളും ഒരു ഘട്ടത്തിൽ അത് സമ്മതിച്ചതാണ്. എനിക്കിനി വേണ്ടത് പിരിയാൻ, നല്ല ഫ്രണ്ട്സായി പിരിയാൻ ഒരു അവസരം. എനിക്ക് രാജേന്ദ്രന്റെ സെൻട്രൽ എ സി ബംഗ്ലാവും വേണ്ട. എന്റെ ഹോസ്റ്റൽ മുറി ധാരാളം. ഞാനെന്ത് തെറ്റി പറ. മനസ്സിലാവുന്നു, തെറ്റുകൾ മനസ്സിലാവുന്നു. ഏറ്റവും വലിയ തെറ്റ് മരിക്കാതെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ.